ഇതിനെന്താ പറയല കഴുക കഴുകിയിട്ട് ഉപ്പിലിടാ. പുളിയില്ലേ? പുളി പുളിയൊന്നുമില്ല. പുളിയില്ലേ? ഉപ്പിലിടാ അച്ഛമ്മേ. പുട്ടു ഉപ്പിലിടാ. ഉപ്പിലിടാനാ? അത് ശരി. ഇട്ട നന്ന്. ഉപ്പൊക്കെ ഇട്ട് മുളകൊക്കെ ചീന്തിടാ. അമ്മച്ചി കൊണ്ട് തന്നതാ. അമ്മച്ചി എടുത്തോണ്ടാ ഒലിക്കണ്ട അവിടെ അമ്മത്തതാ. ഒരു തൈ കിട്ടിയാ നന്നായി മുമ്പക്ക് പിടിക്കണ്ടേ? അങ്ങനെ കിട്ടാനില്ലല്ലോ. പുളി ഉണ്ടാവില്ല, മധുരം ഉണ്ടാവും തോന്നുന്നു. ഈ ചാമ്പയ്ക്ക, അരിനെല്ലിക്ക, ഇരുമ്പാമ്പുളി എന്നൊക്കെ പറയുന്ന ഐറ്റംസിനോട് നമുക്കൊരു പ്രത്യേക തരം ഇഷ്ടമാണല്ലേ. ഇതൊന്നും എപ്പോഴും കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഒരു ഇഷ്ടക്കൂടുതൽ. ഇന്നെന്തായാലും നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചി ഞങ്ങൾക്ക് കുറച്ച് ചാമ്പയ്ക്ക തന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് അച്ഛമ്മയുടെ തറവാട്ടിലെ പണ്ടുണ്ടായിരുന്നൊരു വലിയ പനീർ ചാമ്പയ്ക്ക മരത്തിന്റെ കഥ. എന്നാ പിന്നെ ഇത് അരിയുന്ന സമയത്ത് അച്ഛമ്മയെ കൊണ്ട് ആ കഥയൊന്ന് പറയിപ്പിക്കാന്ന് വിചാരിച്ചു. കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. പിന്നെ ഇത് ഷൂട്ട് ദിവസം ഈ കഴിഞ്ഞ തിരുവാതിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ ചെറുപ്പകാലത്ത് തിരുവാതിര ആഘോഷങ്ങളെ പറ്റിയും കുളത്തിലെ കുളിയെ പറ്റിയും കൂവ വരുന്നതിനെ പറ്റിയും അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ വീഡിയോയിൽ. സത്യം പറഞ്ഞ ഇതിൽ പനീർ ചാമ്പയ്ക്കയെ പറ്റിയുള്ള കഥകളൊന്നും കൂടുതൽ അച്ഛമ്മയ്ക്ക് ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷേ കുട്ടിക്കാലത്ത് തിരുവാതിരയുടെ ഓർമ്മകളൊന്നും അച്ഛമ്മ ഇപ്പോഴും മറന്നിട്ടില്ല. എന്നാ പിന്നെ ഇനി അധികം വൈകാതെ അച്ഛമ്മയുടെ കഥ കേട്ടാലോ. ഇതെന്താ ഇവിടെ പരിപാടി? ചാമ്പയ്ക്ക കിട്ടിയതാണേ, അപ്പൊ ഞങ്ങളത് അറിയാന്ന് വെച്ചു. ഇത് എന്താ പരിപാടി? ഇവിടെ കൊണ്ടാച്ചീര മോളെ. ഇത് ഞാൻ പറയാ, ഒരു കഴുകൽ ആദ്യം കഴുകണത്. ചാമ്പയ്ക്ക കഴുകുന്നുണ്ടോ? പിന്നെ കഴിയാൻ മതി. അപ്പൊ അതുകൊണ്ട് അരിഞ്ഞിട്ട് നോക്കിട്ട് ഒരുമിച്ച് മൊത്തത്തിലാണ്ട് കഴുകിയാൽ മതിയല്ലോ. കുരു ഞങ്ങള് മാറ്റിത്തരാം. അരിഞ്ഞത് ഇതൊക്കെയിടാം. അച്ഛമ്മേ, പണ്ട് തറവാട്ടില് വലിയൊരു ചാമ്പയ്ക്ക മരം ഉണ്ടായിരുന്നില്ലേ? എവിടെയായിരുന്നു? കിണറിന്റെ അവിടെ. ഞാൻ പറഞ്ഞു കേട്ട കഥ. ആ, അതിനെ പറ്റി എന്തേലും ഒന്ന് പറയൂ. നല്ലോണം നിൽക്കൂല്ല. അത് നല്ലോണം കായ ഉണ്ടായിരുന്നു. അത് ചാമ്പയ്ക്ക മരല്ലായിരുന്നു. അത് ഉമ്മാമ്പഴല്ലേ, ഏണായും കൊണ്ടുള്ള നമ്മള് മേടിക്കുമ്പോ അതായിരുന്നോ? ഞാൻ ചാമ്പയ്ക്കാന്ന്. മറ്റേ ആ വലിയ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നില്ലേ? പനീർ ചാമ്പയ്ക്ക. അമ്മ ബാക്കിൽ നിന്ന് കഥ പറയണം. അത് ചെറിയൊരു തയ്യ് അഭി സ്കൂളിൽ പോകുമ്പോ കൊണ്ടുപോകും. അങ്ങനെ അത് ഇപ്പൊ തറവാടൊക്കെ പൊളിച്ചുട്ടോ. പക്ഷെ തറവാട് പൊളിക്കുന്നതിന് മുമ്പ് പലതും ഉണ്ടായിരുന്നു. ആ തറവാട് പൊളിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കഥകളൊക്കെ കേട്ടിട്ട് ഒരു പ്രാവശ്യം അവിടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മരം എത്ര വലുതായിട്ടുണ്ടായിരുന്നറിയോ? കുഞ്ഞു മരം, പനീർ ചാമ്പയ്ക്ക. അതിന്റെ കുരുയാണ് ആടാക്കിയ ചക്കക്കുരു പോലെയുണ്ട്. അതിന്റെ കുരു അത്രയ്ക്കൊന്നുമില്ലേ? ഇത് കുരു മുളപ്പിച്ചിരുന്നോ? ഇങ്ങനെ കിട്ടിയപ്പം ഞാൻ അവിടെ വെച്ച് മുളപ്പിച്ചിരുന്നോ, കുച്ചിട്ടീന്ന്. പിന്നെ ഒരു വെള്ളം വരാൻ മറന്നു പോയപ്പോ ഉണങ്ങിപ്പോയി. അതെന്തേ മറന്നുപോയത്? കുഴിച്ചിടുമ്പോ നിൽക്കണ്ടായത്, പിന്നെ മറന്നുപോയി. അപ്പൊ അത് ഉണങ്ങിപ്പോയി. എന്റെ വസുവിന് കൊടുക്കും ഒരു കഷ്ണം. എന്താ അപ്പൂട് വേണത്? അപ്പൂട് വേണോ? അല്ല അച്ഛമ്മേ, ഇന്ന് തിരുവാതിരയല്ലേ? ഒരു തിരുവാതിരയും കൂടെ നോറ്റില്ല. തിരുവാതിര നോറ്റില്ല. കഷ്ടം. പടച്ചല്ലേ. പെണ്ണുങ്ങൾക്ക് ഉള്ളതാണ് ആ ഒരു കാര്യം. അപ്പൊ അതെന്താ ഒഴിവാക്കി കളഞ്ഞു? പെണ്ണുങ്ങൾ എന്താ തിരുവാതിര നോക്കണത്? എന്നോട് ഒന്നും പറഞ്ഞാൽ നടക്കില്ല. അച്ഛമ്മേ, ഈ തോക്കൊല്ലുള്ളിലേക്ക് വെടിയേക്കും. തിരുവാതിര എന്തിനാ നോക്കണേ? ഭർത്താക്കന്മാര് കിട്ടാൻ ഒരുപാടാ നോട്ടണത്. എല്ലാവർക്കും നന്ന്. അച്ഛമ്മേ, ആണുങ്ങൾക്കേ നല്ല ഭാര്യമാരെ കിട്ടുന്ന അങ്ങനെയൊന്നും ഇല്ലേ? ഇല്ല, ഏതെങ്കിലും പെണ്ണുങ്ങൾ മതി. പെണ്ണ് ഏതായാലും നന്നാവും. അച്ഛമ്മേന്റെ ഫാൻസ് കേക്കണ്ട. അവർക്ക് ഏതെങ്കിലും പെണ്ണായാൽ മതി. പക്ഷെ പെൺകുട്ടികൾ നല്ല ചെക്കന്മാരാണ്. നല്ല ഭർത്താവിനെ കിട്ടാനാണോ എടുക്കണേ? അതൊന്നും ഒക്കെ അറിയില്ല, പണ്ടേ ഉള്ളതാണ്. എല്ലാരും എടുത്തു, അതുകൊണ്ട് മുത്തശ്ശി എടുത്തു. നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാർവതി ശിവന് വേണ്ടിയിട്ടായിരുന്നല്ലോ പാർവതി.
ഇത് നോറ്റിയുന്നത്. ആണോ? ആ എനിക്കറിയില്ല. ആ അതൊക്കെ അല്ലേ പഠിക്കേണ്ടത്. നീ കൊണ്ടുവന്ന് വെച്ച് തന്നാ മതിയോ? ഞങ്ങൾ വെജിറ്റേറിയൻസ് ആണ് മുത്തശ്ശി. ശിവന് വേണ്ടിട്ടാണ് അത് നോൽക്കണത്, അറിയോ? ഇല്ല. ആ എന്താണ് കഥ പറയൂ. അച്ഛമ്മ പണ്ട് നോക്കുമായിരുന്നോ? ഞാൻ പണ്ടേ നോറ്റിരുന്നു. ആണോ? ആ അമ്മയുണ്ടായിരുന്നു. പണ്ടത്തെ തിരുവാതിര എങ്ങനെയായിരുന്നു അച്ഛമ്മയുടെ ഓർമ്മയില്? പണ്ടത്തെ തിരുവാതിര എങ്ങനെയാന്നറിയോ? ആരും അങ്ങനെ നമ്മളെ ആൾക്കാരാണ്. അതായത് അമ്പലക്കുളത്തിലാണ് എല്ലാരും കൂടി ചെല്ലുക. അപ്പം കൊറേ നേരം കുത്തിരിക്കില്ലേ, തീയിട്ട് കാഞ്ഞും കൊണ്ട് പാട്ടും പാടിയും കൊണ്ട് ചിറയുണ്ട്. 2 ചിറയിലും ഉണ്ടാവും ആൾക്കാര്. പിന്നെ അവിടെ അതേമാതിരി പിന്നെ അച്ഛന്റെ ഒരു പെങ്ങളുണ്ടായിരുന്നു. 37 എല്ലാത്തിനും മുന്തത. അമ്മറ്റി എന്ന് പറയും ഞങ്ങള്. 36 പാട്ട് പാടാനും എല്ലാത്തിനും. തിരുവാതിരക്ക് തീ കത്തിക്കോ? ഓൽക്കടി കൊണ്ടുപോവില്ലേ? ഓൽക്കടി കൊണ്ടായിട്ട് തീ കായില്ലേ? തീ കായും പാട്ടും പാടി തീ കാഞ്ഞ അപ്പോഴേക്ക് നേരം പോലെ ഇങ്ങനെ വെളിച്ചായി വരും. അപ്പം കുളിച്ച് അതായത് പെരയിലേക്കാണ്ട് പോവും. അപ്പോൾ വെളിച്ചായില്ലേ? അതന്നെ. ആ തിരുവാതിര കളിക്കുന്നത് ഇപ്പോഴാണോ? തിരുവാതിര കളിക്കുന്നത് തിരുവാതിരക്കല്ലേ? തിരുവാതിര ഡാൻസ് കളിക്കുന്നത് തിരുവാതിര അതിന് വൈകുന്നേരമാണ്. ആരാ? അതിനവിടെ മക്കളൊക്കെ ഉണ്ടാവും. അച്ഛമ്മ കളിച്ചിട്ടില്ല? അച്ഛമ്മ കളിച്ചിട്ടില്ല തിരുവാതിര? ആ തിരുവാതിര കളിയൊക്കെ കളിക്കണം. അല്ല കളിച്ചിക്കണോ? ഇപ്പൊ വയ്യ മോളെ. അതൊക്കെ ഇപ്പോഴല്ലേ കളിക്കാൻ അറിയല്ല. ഇപ്പൊ വയ്യ. അന്നൊന്നും ഇല്ല. ഞാൻ പറിച്ചു അതിനൊന്നും വയ്യ. മക്കളുണ്ട്, ചെറിയ മക്കളെ കളിക്കണ്ടല്ലോ, ഓര് കളിക്കും. അടുക്ക് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ആ ഒക്കെ ഉണ്ടാവും. അതിന് ഒരു വീട്ടിലേക്ക് വരിക ചെയ്യാൻ എല്ലാരും കൂടി ഒരു വീട്ടിലേക്ക് വരും. നല്ല ആരല്ലേ? ഉറക്കൊഴിയണല്ലോ തിരുവാതിരക്ക്. ആണോ? അങ്ങനെയുണ്ടല്ലോ, ഉറങ്ങാൻ പാടില്ല. അത് ഈ ബ്രാഹ്മണരൊക്കെ എങ്ങനെയാന്നറിയോ? 101 വെറ്റില. ആ 101 വെറ്റില ഓല് തിന്ന് തീർക്കണം വെച്ചാകുമ്പോഴേക്ക്. അങ്ങനെ ഓൽക്കൊരു നിയമമുണ്ട്, 101 വെറ്റില തിന്നണമെന്ന്. നമ്മളെ മാറിയല്ല, നമ്മക്കല്ല, ഓൽക്ക് ബ്രാഹ്മണർക്ക്. എന്നിട്ട് ആ 101 വെറ്റില പെണ്ണുങ്ങൾ മാത്രം 101 വെറ്റില തിന്ന് തീർക്കണം വിളിച്ചാകുമ്പോഴേക്ക്. ഒരാള് കുളിക്കാൻ പോവുക. ഒരാള് 101. ഒരാള് എത്ര ആളുണ്ട് വെച്ചാലും ഓലൊക്കെ തിന്നും. അങ്ങനെ 101 വെറ്റില അതിന്റെ കണക്കതാണ്. അങ്ങനെ നമ്മൾ ഓണത്തിനല്ലേ പുതിയതൊക്കെ കൊടുക്കണു എന്ന മാതിരി തന്നെ തിരുവാതിരക്കും. ആ തിരുവാതിര എന്ന് പറഞ്ഞാല് മോശമുള്ള കാര്യമൊന്നുമല്ല അത്. പുതിയത് മേടിച്ചു കൊണ്ടുവരും. അന്ന് തുണി കൊണ്ടുവന്ന് അടുപ്പിക്കൊന്നും വേണ്ട, അടിച്ചു വെച്ചത് തന്നെയാണ്. നല്ലതാ, പാകള്ളത് അച്ഛനറിയാം. അതൊക്കെ എന്ത് രസാണല്ലേ? എന്ത് രസാണ്. ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കട്ടോ. ഇന്നിപ്പം എന്തെത്താ വെളിച്ചാകുമ്പോ എണീക്കൂല്ല. തിരുവാതിരയാണ്, കല്യാണവും വേണ്ട. എന്റെ പുത്തൻതിരുവാതിരൊക്കെ കാമായിരുന്നു മോളെ. പുതിയ തിരുവാതിര ഉണ്ടാവുമല്ലോ കല്യാണം കഴിഞ്ഞാല്. ഒരു പുത്തൻ തിരുവാതിര എന്നറിയില്ലേ? ആ കൊല്ലത്തൊരു തിരുവാതിര ഉണ്ടാവുമല്ലോ. എന്നാല് കല്യാണം കഴിഞ്ഞ ആണ്ട വീട്ടുകാര് പൈസ കൊണ്ടുതരണം. അങ്ങനെ ഒരു നിയമമുണ്ട്. വീട്ടുകാര് പൈസ കൊണ്ടുതരും. എന്നിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കും അറിയോ? ആ അടുത്താണ് പെര, അടുത്തല്ലേ. ഇവിടെയും ഇത് കണ്ടിട്ടില്ലേ ചാന്തേന്റെ വീട്? ഇവിടെ അത്രേ ഉള്ളൂ. 2 വീടപ്പുറല്ലേ. അങ്ങനെ എന്നിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വെച്ചാൽ അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട്, വലിയൊരു പാത്രത്തിലാക്കിയിട്ട് അവിടെ കൊണ്ടു കൊടുക്കും. എന്റെ പുത്തൻതിരുവാതിരക്ക് അങ്ങനെ ഉണ്ടാക്കി. പുത്തൻ തിരുവാതിര ചാമച്ചോറ്, മോരിന്റെ കൂട്ടാൻ, എരിശ്ശേരി, ഉപ്പേരി, പപ്പടം, പായസം എല്ലാം ഉണ്ടാവും. അതൊക്കെ കൊണ്ടു കൊടുക്കും. അതിന് ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ? തിരുവാതിരക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ? തിരുവാതിരക്ക് കഴിക്കാനല്ലേ അത് ഉണ്ടാക്കണത്. അപ്പൊ പുഴുക്ക് മാത്രല്ല തിന്ന? പുഴുക്കും ചാമച്ചോറും അല്ലേ? കൗത്തൊന്നല്ല തിന്ന ചാമച്ചോറ്. പുഴുക്കും കഴിക്കലോ? ചാമച്ചോറും മോരിന്റെ കൂട്ടാൻ ഉണ്ടാവും, കാളൻ. അതാണ് അറിയാ അന്നേത്തത് മോളെ. ഇന്ന്
അത് അന്നൊരു ആനന്ദാണ്, തിരുവാതിര വരുന്നുണ്ടല്ലോ എന്നുള്ള. ഇന്നത്തെ ആനന്ദം എന്താ? ഇന്ന് ആനന്ദം തേങ്ങപ്പിണാക്ക്. ഇന്ന് പുതിയ സിനിമ വരണ്ടല്ലോ. എണീക്കും കൂടിയില്ല എന്നിട്ടല്ലേ. അന്ന് നീറ്റിട്ടില്ലേക്ക് അന്ന് ഇറങ്ങി പോയാ മതിയോ അവിടുന്ന്. ഇന്ന് പെണ്ണുങ്ങളെ ആണുങ്ങളെ തല്ലു. കുളത്തുനിന്ന് കൈയിട്ടിങ്ങനെ ആക്കില്ലേ, തുടിക്ക എന്ത് എന്നറിയും വെള്ളത്തിന്ന് പൊട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാ നല്ല ഭർത്താവിനെ കിട്ടിയത് അല്ലേ? അങ്ങനെയൊക്കെയാണ് തിരുവാതിരയ്ക്ക് പുറത്ത് പോയാല് അങ്ങനെയൊക്കെയാണ് ചെയ്യാ. എത്ര മണിക്കാ പോവാ? 4 മണിക്ക് രാവിലെ പുലർച്ചെ. അവിടെ അടുത്ത കുളല്ലേ, അമ്പലക്കുളല്ലേ, അടുത്തല്ലേ. സ്വന്തം വീട്ടിലെ കുളത്തിൽ എന്താ പോവാത്തെ? സ്വന്തം വീട്ടില് കുളം അതില്ലേ ഇവിടെ അല്ലേ, അവിടെ ഞങ്ങളെ സ്വന്തം വീട്ടിലല്ലേ അത്. ഞാൻ അവിടെ അടുത്ത് എന്നെ കൊണ്ടുപോയില്ലേ, അതാ പറയണത്. അപ്പൊ അമ്പലക്കുളത്തിലാ പോവുക. ഇതെന്താ സ്വന്തം വീടല്ലേ, അവിടെ ഉണ്ടാവും. ഏതൊക്കെ കൂട്ടുകാരികളെ കൂട്ടിട്ടാ പോവാ? ഏത് കൂട്ടുകാരിന്റെ കൂടെ പോവാ കുളത്തിലേക്കോ? അത് അവിടെ ഞങ്ങളെ വീട്ടിൽ ആരൊക്കെയാണ് പെണ്ണുങ്ങളുള്ളത് വെച്ചാല് ഞങ്ങളെല്ലാരും കൂടി പോവും. അങ്ങനെ ഓരോരോ വീട്ടിൽ നിന്നും പെണ്ണുങ്ങൾ വരും. അങ്ങനെയാ, അല്ലാണ്ട് അതിനായിട്ടൊരു പെണ്ണുങ്ങളൊന്നുമില്ല. അപ്പൊ രാത്രി പേടിയാവില്ല? രാത്രി പോവാൻ പേടിയാവില്ല? ഇന്നല്ല പേടി, അന്ന് പേടി ബഹുമാനമൊന്നുമില്ല. എന്നാ ബഹുമാനല്ലേ? അത് പെണ്ണുങ്ങൾ ഇന്നല്ല പെണ്ണുങ്ങളെ പിടിച്ചോണ്ടാവലൊക്കെ. അത് പെണ്ണുങ്ങളെ പിടിച്ചോണ്ടാവലൊന്നുമില്ലേ. അത് അമ്പലക്കോട്ട് പൊടിയാക്കും. എന്തൊക്കെ ചെയ്യാ? കുളിക്കലും പാട്ടും അതും ആയിട്ട് എത്ര നേരം കുത്തിരിക്കുന്നറിയോ. തലേ ദിവസവും ഓലക്കടിയൊക്കെ കെട്ടി വെക്കുക. അവിടെ കൊണ്ട് തീക്കാറുണ്ടേ. അത് ഇല്ലാത്തവരും ഉണ്ട്, കൊണ്ടുവരാൻ ഇല്ലാത്തവരും ഉണ്ട്. അവിടുന്ന് ഉണ്ടാവും. അതില് തിരുവാതിരേന്റെ അന്ന് ഒക്കെ കൊണ്ടുപോകും. അങ്ങോട്ട് പോകുമ്പോ മുണ്ടും മുപ്പായൊക്കെ എടുത്ത് കൈ പിടിക്കും. എല്ലാം നല്ലതൊക്കെ അവിടെ നിന്ന് ഇട്ട് കൊടുത്തിട്ടാ പോരെ. അത് അന്നേത്തെ രസം. അയ്യോ ഇന്ന് തീറ്റ ഇന്ന് തിരുവാതിരക്ക് നിങ്ങൾ ചാമ്പയ്ക്ക ഉച്ചക്ക് എണീക്ക, വല്ലതുണ്ടെങ്കിൽ തിന്ന, ചിക്കൻ തിന്ന. ടീച്ചറെ അന്നേത്തെ കഥ അന്നേത്തത് തന്നെയായിരുന്നു. ഇന്ന് മോനെ എന്റെ ചേട്ടൻ തത്ത പറയിപ്പിക്കുകയാണ് ഈ മക്കള്. അന്നേത്തത് മോളെ അന്നേത്തത് തന്നെയാണ്. ഇന്ന് എരപ്പത്താലാണ്. ഒളിച്ചോടി പോകലും കല്യാണം കഴിച്ചാലും കുറച്ചെന്റെ കൂടെ പോവും. അങ്ങനത്തെ കാലാണ് ഇന്ന്. എന്നിട്ട് പിന്നെ വൈകുന്നേരം അമ്പലത്തിൽ പോവോ? വൈകുന്നേരം വൈകുന്നേരം അങ്ങനെ അമ്പലത്തിൽ പോകലൊന്നുമില്ല. പിന്നെ എപ്പോഴാ അമ്പലത്തിൽ പോവാ? അതോ അമ്പലത്തിൽ പോണോ കുറച്ച് അങ്ങോട്ട് പോണം. തിരുവാതിരക്ക് അമ്പലത്തിൽ പോണ്ട? അമ്പലത്തിൽ താഴെ അമ്പലത്തിൽ പോകും ഞങ്ങള്. അവിടെ അടുത്ത് തന്നെയല്ലേ, 2 അമ്പലം 2 അമ്പലം ആയിട്ട്. ഇത് മാറ്റുമാമേന്റെ വീടാണെങ്കിൽ ഇതാണ് അവരുടെ അമ്പലം. ഇപ്പൊ അവിടെയൊക്കെ ഗംഭീരായി പോയില്ലേ. ഞാൻ അതൊക്കെ കിടക്കണടുത്ത് കിടന്നിങ്ങനെ ആലോചിക്കും. അത് 2 കിലോ പോവും. ഇവിടെ തൊഴുതിട്ട് അങ്ങോട്ട് പോവുക, അവിടെ തൊഴുതിട്ട് ഇങ്ങോട്ട് വരികയല്ല, ഇവിടെ തൊഴുതിട്ട് അങ്ങോട്ട് പോവുക. ഇത് ശങ്കരനാരായണന്റെ അമ്പലാണ്, സുബ്രഹ്മണ്യന്റെ അമ്പലാണ്. പഴയ ഇപ്പൊക്കെ ആർക്കും അറിയില്ല. എത്രയോ കാലം ഈ മാപ്പിളകളെയൊക്കെ ഉള്ള കാലത്തുള്ളതാണ് ആ വീട്. അത്രയും പഴക്കമുള്ള അമ്പലാണ്. ചുറ്റും നല്ല എന്താ പറയണത്. ഇപ്പൊ കയ്യിലൊക്കെ പുരോഗതിയായി പോയില്ലേ. ഇപ്പൊ ഗംഭീരല്ലേ. അയ്യോ പണ്ടേത്തത് ഇപ്പോഴത്തത്. അച്ഛമ്മ നോൽക്കുമ്പോ എത്ര വയസ്സ് തൊട്ടാ നോറ്റ് തുടങ്ങിയത്? ആണോ? ഞാന് അമ്മ നോൽക്കുമ്പോ ഞാനും നോൽക്കും. അത് 6-7 വയസ്സായപ്പോ തുടങ്ങിയില്ലേ. അങ്ങനെ
പിന്നെ പഴം ഉണ്ടാവും, അവന് ആ തൊടിയിൽ എടുക്കാണ്ടാവും. അതല്ലേ നോക്കണ്ടത്. ഒന്നും വാങ്ങണ്ട. കാവത്തൊക്കെ മേടിക്കും. കാവത്ത് മേടിക്കേണ്ട, കാവത്ത് അവിടെ ഉണ്ട്. കടലയൊക്കെ മേടിച്ചാൽ മതി. എന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കുക? അച്ഛനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വാഴക്കൊല എവിടെ വെച്ചാ കൊണ്ടുവരും. കിട്ടാൻ തട്ടം പോവും. അമ്മ വന്നു. വാഴക്കൊല പുക വെച്ച് പഴുപ്പിക്കും. എന്നിട്ട് തിരുവാതിരേന്റെ തലേ ദിവസം പുഴിയിൽ മാന്തിയെടുക്കും. വാഴക്കൊല പുക വെച്ച് പുഴി വെച്ചിട്ട് വാഴക്കൊല പുക പിടിപ്പിക്കോ? പുകയിൽ വാഴക്കൊല പുകയ്ക്കണ്ടേ? അതെന്താ? തിരുവാതിരക്ക് തിന്നാൻ പഴമാണ്ടേ? അതെന്തിനാ പുകയ്ക്കണേ? പുകയ്ക്കാതെ പഴുക്കോ? പഴുക്കാനോ? അപ്പൊ പഴുത്ത കൊല എടുത്താ പോരെ? കളൊക്കെ എവിടെ? അതുകൊണ്ട് ചോദിക്കാം. മോനെ ഈ കഥകളൊക്കെ എന്തൊരു നന്നേ. ഒരു കുഴിയില് 3 കൊല 4 കൊലയൊക്കെ വെക്കും, പൊട്ടിക്കൊല. എന്നിട്ട് ഇങ്ങനെ 2-3 ദിവസം കൊണ്ട് പുകട്ട് പഴുപ്പിക്കും. അപ്പൊ പഴുത്ത കൊല എടുത്താ പോരെ? അല്ല, പഴുക്കാൻ വേണ്ടിട്ട് ചെയ്യാ. അങ്ങനെ തിരുവാതിരേന്റെ തലേ ദിവസം വൈകുന്നേരം അത് മാന്തിയെടുക്കും, കുഴിന്ന് മാന്തും. എന്നിട്ട് നടുമുറിയില് മച്ചിന്റെ അകത്തേക്ക് വളയത്തുമ്പൽ ഇങ്ങനെ കെട്ടി തോക്കും. എന്നിട്ട് രാവിലെ അയാള് അത് ഇങ്ങനെ പടലെത്തി കൊണ്ടുവരും അടുക്കളയിലേക്ക്. അത് മാത്രമേ കഴിക്കുള്ളൂ. ഉപ്പുമാവ് ഉണ്ടാവും അതിന്റെ കൂടെ. പിന്നെ അച്ഛനതിലേക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. വാഴക്കൊല എല്ലാവരും തട്ടാൻ പോവും. എങ്ങനെ പുകയ്ക്കുക? പുകയ്ക്ക എങ്ങനെയാണ്? കുഴി കുത്തുക. ഇങ്ങനെ കുഴി കുത്തിയിട്ട് ആദ്യം ചണ്ടിട്ട് ചൂടും കുഴി ഉള്ളി. എന്നിട്ട് അതൊക്കെ വൃത്തിയാക്കും. എന്നിട്ട് ഈ വാഴക്കൊല അതിൽ വെക്കും. ഈ വാഴക്കൊല അതിൽ വെച്ചിട്ട് അതിന്റെ മേലെ ഈ മട്ടൽ ചീന്തിയിട്ട് കഷ്ണാക്കിയിട്ട് ഇങ്ങനെ 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 വെക്കും. എന്നിട്ട് ഈ വാഴയുടെ ഇല വെട്ടിയിട്ട് അതിന്റെ മേത വെക്കും. എന്നിട്ട് അതിന്റെ മേത മണ്ണിടും. ഇത്ര പണിയുണ്ടോ? അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി. അങ്ങോട്ട് പറയുന്നത് അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി, ഇങ്ങോട്ട് പറയുന്നത്. അങ്ങനെ വെച്ചിട്ട് പിന്നെ ആ കുഴീന്റെ ചോട്ടില് ഒരു മട ഉണ്ടാക്കും. ലേശൊരു കുഴിയായിട്ട് അതില് ചേരിത്തുപ്പും ചേരിപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് പുക ഇങ്ങനെ അതിലേക്ക് പോക്കും. 2 പുക ഇട്ടാ മതി. പഴുത്തു. അപ്പൊ എന്തിനാ കുഴിയിലിടണേ? പുറത്തൊന്ന് പോവച്ചാ ആവില്ല? അല്ല, അപ്പൊ തിരുവാതിരക്ക് മാത്രം എന്താ അങ്ങനെ പഴിപ്പിക്കണേ? ബാക്കി സമയത്തൊന്നും അങ്ങനെയില്ല? തിരുവാതിരക്ക് കഴിച്ചു നോക്കി അമ്മയോട് നോക്കി. ആവശ്യം തിരുവാതിരക്കാണ്. എല്ലാവർക്കും കഴിക്കണം. കൊടുക്കുകയും ചെയ്യും. കടല വേവിക്കുക. എന്നിട്ട് കാവുത്ത് പൂള എല്ലാം കൂടി മുറിച്ചിട്ട് പച്ചമുളക് ചീന്തിയിടും, മഞ്ഞപ്പൊടി ഇടും, ഉപ്പിടും. ഒക്കെ നല്ല പാകാക്കിയിട്ട് വെളിച്ചെണ്ണ, കരുവേപ്പിന്റെ ഇല, പുഴുക്കായില്ലേ. തേങ്ങ ഇല്ലേന്ന് ചോദിക്കണം അമ്മ. തേങ്ങ അരക്കും. അന്ന് വേറെ എന്തൊക്കെയാ കഴിക്കുക? ചാമക്കഞ്ഞി ഉണ്ടാവും. ചാമക്കഞ്ഞി. തിരുവാതിര അല്ലേ, കഞ്ഞിയെല്ലാം തോര അരി ഉണ്ടെങ്കിൽ ചാമ ചോറാവും. ചാമേന്റെ അരി കൊണ്ട് കുത്തി ഉണ്ടാക്കും. ചാമൻ അവിടെ മേലെ കണ്ടത്തില് മേലെ കണ്ടം അതിൽ ഞങ്ങൾ ചാമ വിതയ്ക്കും. ചാമ വിതച്ചാല് ഈ സമയമാകുമ്പം ചാമ അറക്കും. ഇത്ര ഉണ്ടാവും അതിന്റെ കതിര്. എന്നിട്ട് അത് അറക്കും, കൊണ്ടുപോയിടും. എന്നിട്ട് മെതിച്ചൊക്കെ മണിയാക്കും. എന്നിട്ട് അത് പുഴുങ്ങും. അത് പുഴുങ്ങി ഉണക്കി കുത്തി നല്ല ഒന്നാന്തര അരി. എന്താന്നറിയാ, അതൊക്കെ ചെയ്ത തള്ളയാണ് കൊണ്ടിരിക്കുന്നത്. വേറൊരു സാധനല്ലേ കൂവ മാതി എവിടുന്നൊക്കെയാ കിട്ടുക അവിടുന്നൊക്കെ മാതി കൊണ്ടക്കും. അതിന് കാര്യമാണ്, മത്സരമാണ് അവിടെ. പെണ്ണുങ്ങള് തോടല്ലേ, തോട്ടുവക്കിനൊക്കെ ഉണ്ടാവും വലിയ കൂടാരം. ഇത് കൂവന്റെ കൂടാരോ തശിണ്ടാവും. കൂവ തള്ള വിത്തുണ്ടാവും. അതിന്റെ ആ തള്ള വലിയതാണ്. അത് പെണ്ണുങ്ങളെല്ലാരും കൂടും. എത്രയാ തോട്, വലിയ തോടല്ലേ, ഒരുപാട്. അതത് മാതി കൊണ്ടക്ക. മാതി കൊണ്ടച്ചിട്ട് ഒരു ദിവസം അതിന് മെനക്കെടും. പാത്തി ഉണ്ടാവും ഇത്ര നീളത്തില്. അത് പിന്നെ പനേന്റെ കഷ്ണം കൊണ്ട് കൊടുക്ക.
പനേന്റെ കഷ്ണം കൊണ്ട് കൊടുത്ത ഓല അത് ശരിയാക്കി തരും ആശാരിമാര്. മേത്തല ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഓല അത് ഇത്തച്ച പോകുന്നത് പോലെ ആ ചൈമര് വെച്ചാൽ ഒരച്ചാൽ ശരിയാവില്ല. അത് വലിയതല്ലേ, എനിക്കതിഷ്ടല്ല. എന്നിട്ട് ഇതേമാതിരി നമ്മളെ വലിയ തപ്പുണ്ടാവും. തപ്പോ അല്ല അത് നടും ഇങ്ങനെ അതിന്റെ ഏപ്പല്ലേ, ഏപ്പ് വേറെടുത്തിട്ട് അപ്പൊ ഇങ്ങനെ വീതിയായി. എന്റെ ഏപ്പ് ഇനി പറയില്ല, പറയൂ പറയില്ല. അല്ല ഞാൻ പറയുമ്പോ നിങ്ങൾ തോക്കുന്നുള്ളിൽ വെടി അതല്ല, അറിയാത്ത ആൾക്കാരുണ്ടാവില്ലേ? കേൾക്കണം. അപ്പൊ ഇതേ വലിപ്പം ഉണ്ടാവും വലിയ തപ്പാവുമ്പോ പലക. എന്നിട്ട് അങ്ങനെ ആണി ഉണ്ടാവും. ആണി കേട്ടിക്കണോ? ഇരുമ്പാണി ഇല്ല കണ്ടില്ലേ? അതാണ് കാണേണ്ടത്. എന്നിട്ട് ആ ഇരുമ്പാണിയേണ്ടതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആക്ഷൻ എന്തത് ഓട്ടയാക്കുക തപ്പ്. എന്നിട്ട് അതിങ്ങനെ ഓട്ടയാക്കില്ലേ, എന്നിട്ട് അത് കഴുകിയിട്ട് അത് കവുത്തി വെക്കും. അപ്പുറമാണ് മോശം ഉണ്ടാവുക, അതല്ല അപ്പുറം. എന്നിട്ട് അതുപോലെ ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം എന്തൊക്കെയാ ആക്ഷൻ ഒരക്കേ മനസ്സിലായോ? ഇല്ല ഇനി മനസ്സിലാവണ്ട. നിങ്ങളൊക്കെ എവിടെയാണ് ഞങ്ങള് ജനിക്കണ്ടേ? ഇതൊക്കെ അല്ലേ പഠിക്കേണ്ടത്. ചെമ്പിലും വട്ടച്ചെമ്പിലും കലക്കും. അങ്ങനെ പിന്നെ അതങ്ങനെ അമ്മേനെ സമ്മതിക്കൂല. അങ്ങനെ ഉറച്ച് തോനെ കിട്ട അങ്ങനെ ആയാല് വാരി ഒന്നിലിട്ടേക്കും. തോനയായില്ലേ, പിന്നെ അതിന്റെ തോലുണ്ടാവും. ഇങ്ങനെ ഉരയ്ക്കുമ്പോ തോലുണ്ടാവുമല്ലോ, അത് നല്ലോണം വെള്ളത്തിലിട്ട് കഴുകി പിഴിഞ്ഞിട്ട് ഉരലിട്ടിടിക്കും. ഉരലിട്ടിടിച്ചാല് നല്ലോണം ഇടിച്ചിട്ട് അത് കൂട്ടത്തിലിട്ട് പിഴിയും. തോലൊക്കെ എന്തിനാണ്? കുമ്പേന്റെ ഓർമ്മയൊക്കെ എങ്ങനെ ഉണ്ടാവായല്ല, കൂവപ്പൊടി ഉണ്ടാക്കാന്ന ചെയ്യും. എങ്ങനെയാണ്? പണ്ടേ അന്ന് കുട്ടികളായിട്ടില്ല, ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ അവിടെ നല്ലോണം തൊടി തന്നെ കൂവയുണ്ട്, പറമ്പിൽ തന്നെ ഉണ്ടാവും. ആ പറമ്പിലത്തെ കൂവയ്ക്കൊക്കെ ഭയങ്കര പൊടിയാണല്ലോ, തോട്ടക്കത്ത് മാരിയല്ല, നല്ലോണം പൊടിയാ. അത് ഓരോ കുത്തർച്ച ഉണ്ടാവും ഓരോന്ന്. എന്നിട്ട് അത് മാറ്റി കൊണ്ടുവന്ന് അമ്മായിയമ്മ ഉണ്ടാവുമല്ലോ, ഞാനും കൂടില്ലേ. അപ്പൊ എന്നോട് പറയും അനക്ക് അതൊക്കെ പരിചയം ഉണ്ടാവും, എനിക്ക് അതൊന്നും ഇല്ല, എനിക്ക് ഇവിടുത്തെ അടുക്കളയിലത്തെ പരിചയല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ പരിചയമൊന്നും ഇല്ല, പക്ഷെ അമ്മ ഉണ്ടാവുമല്ലോ കൂടെ, അമ്മയ്ക്ക് നല്ല പരിചയമാണ്. അങ്ങനെ എന്നിട്ട് അതൊക്കെ ഉരച്ചൊക്കെ റെഡി ആക്കിക്കും. അതുണ്ടാവും എന്താ. അപ്പൊ അതിന്റെ ചോട്ട് കൂടി വെള്ളം പോകട്ടോ, ആ ചോട്ട് കൂടി ഇതിന്റെ വെള്ളം നീരിങ്ങനെ. അപ്പൊ അത് വേറെ ഒരു ഇതിലേക്ക്. അപ്പൊ എന്നിട്ട് അത് ഇങ്ങോട്ട് ചരച്ച് നോക്കണ്ടേ, എന്തും ഇതേമാതിരി ഉണ്ടാവും പൊടി. എന്തുമാതിരി? ഇതുമാതിരിയോ? ഇതേമാതിരി ഉണ്ടാവും വെള്ള കളർ. ഞാൻ വിചാരിച്ചേ ചാമ്പയ്ക്ക പോലെ ഉണ്ടാവുന്ന്. അതാ ഞാൻ പറഞ്ഞ ഞങ്ങൾ തോക്കിന്റെ ഉള്ളിലേക്ക് വെടിയൊക്കെ വന്നു. എന്നിട്ട് അതെന്താ ചെയ്യാ? എന്നിട്ട് അത് ഉരച്ച് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ ആ വലിയ ചെമ്പില് മുണ്ട് കെട്ടും. മായ മുണ്ട് കെട്ടിയിട്ട് വേറെ ഒരു പാത്രത്തില് കുറേശ്ശൊക്കെ ഇട്ട് ഇങ്ങനെ ഞൊണ്ടി പിഴിയും. എന്നിട്ട് അത് അതിലേക്ക് പോരും. എന്നിട്ട് അതിൽ ഇങ്ങനെ ഞൊണ്ടി പിഴിഞ്ഞെടുക്കും. പിന്നെ ഇങ്ങനെ വെക്കും. അപ്പൊ അച്ഛമ്മേ കടയിന്ന് വാങ്ങുമ്പോ ഇത്ര പണിയുണ്ടോ? കടയിന്ന് മേടിക്കുക, പൈസ ആയിട്ട് കൊണ്ടോണം കടയിന്ന്, വെറുതെ കിടക്കാൻ വരില്ല. ഇത് നമ്മള് മറമ്പലുള്ളതാണല്ലോ. അത് ഇതിന് എത്ര പെണ്ണുങ്ങളാ നേരം വെച്ചാൽ പായുന്നതെന്ന് അറിയാം. ഈ തോടിന്റെ ഇതിനൊക്കെ ഉണ്ടാവും കൂവ. തോടൊന്നും ഈ കണ്ടിട്ടുണ്ടാവില്ലേ? ഈ എവിടെ തോട് കാണാനാ? തോട് കണ്ടിട്ടില്ലേ നമ്മള്? തോട് കണ്ടിട്ടുണ്ട്. തോടൊക്കെ ഞങ്ങൾ എത്ര കണ്ടിരിക്കണം. കാലൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ട അത്ര തോട് അച്ഛമ്മ കണ്ടിട്ടുണ്ടാവില്ല. അതല്ലേ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ജനിച്ചതല്ലേ, പിന്നെ ഈ തോട് കാണില്ലേ? എന്നിട്ട് അത് ഉണക്കുവോ? ആ പൊടി ഉണക്കണ്ടേ? അത് എന്നിട്ട് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ചെമ്പിലായി ഒന്നായിട്ട് അതിന് ചെരിച്ച് വെക്കും. ചെരിച്ച് വെച്ച് ആ വെള്ളം
ഒക്കെ വാർന്ന് ചെമ്പിന്റെ ഒരു വക്കിന് ഇങ്ങനെ വരും നിൽക്കും. അപ്പൊ ആ വക്കിന് പൊടി ഉണ്ടാവുമല്ലോ, എന്നിട്ട് ബ്ലായില കുത്തിയിട്ട് അതിന്റെ മേലേന്ന് അതൊക്കെ മുക്കി ഒഴിവാക്കും. അപ്പൊ അതിന്റെ അടിയിലെ പൊടി ഉണ്ടാവില്ല, പോവില്ലല്ലോ. മുണ്ട് കെട്ടിയിട്ട് ഇതൊക്കെ അട പോലെ ഇങ്ങനെ അടത്തിയെടുക്കും. പൊടി ഇതൊന്ന് ഇങ്ങനെ അടത്തി എടുക്കും. എന്നിട്ട് ആ മുണ്ടിലിടും. മുണ്ടിലിട്ട് മുക്കി കെട്ടും. മുക്കി കെട്ടിയിട്ട് അകത്ത് അവിടെ കെട്ടി തോക്കും. ആ വെള്ളം ഇങ്ങനെ എത്തി പോകും. പണി ഇപ്പോഴും തീർന്നില്ല. പോയതിനു ശേഷം പായയില് നല്ല മുണ്ട് വിരിച്ചിട്ട് അതില് ഇങ്ങനെ അത്രേ ഉള്ളൂ. എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കൂലേ? വെയിലത്തിട്ട് ഉണക്കാനാണല്ലോ മുണ്ടിലിട്ട് കിട. വെള്ളം മാറുന്നതിന് ശേഷം അത് വെയിലത്തിലിടും. ആ പായയില് മുണ്ട് വിരിക്കും. നല്ല മുണ്ട് വിരിച്ചിട്ട് ആ മുണ്ടിലൊക്കെ പിച്ചി ഇങ്ങനെ ഇടും. എന്നാലും ഉണങ്ങിയില്ലേ വേഗം. അങ്ങനെയാണ് കൂവ ഉണ്ടാക്കല്. ആ കൂവ വിരകണത് എങ്ങനെയാ? വെള്ളത്തിലേക്ക് പൊടി കലക്കും. എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ കുറുകി വരുമ്പോഴേക്ക് ശർക്കരയും നീരും ഒക്കെ ചെറിയിടും. പിന്നെ അത് കട്ടിയാവും, വരട്ടി അങ്ങനെ തണുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? കൂവ വിരകല് എല്ലാം കഴിഞ്ഞതായതിനു ശേഷം പൊടി ഉണക്കില്ലേ, ഉണക്കലൊക്കെ കഴിഞ്ഞ് പാത്രത്തിലാക്കി വെച്ചു. എത്ര പൊടിയാണ്, ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അങ്ങനെ. എന്നിട്ട് പിന്നെ നമുക്ക് വിരകേണ്ടത് എടുത്തുകാണ്ട് നല്ല വെള്ളത്തിൽ കലക്കിയിട്ട് ആ വിരകണ പാത്രത്തില് കലക്കിയിട്ട് അടുപ്പത്തേക്കും. കുറച്ച് ശർക്കര കൊണ്ടിടും. ശർക്കര ഇടും, നാളികേരം ഇടും. എന്നിട്ട് ഇളക്കി അരിപ്പൊടി വരും പോലെ വരും. അതെ. അപ്പൊ നല്ല മറ്റേ പിയേഴ്സ് സോപ്പ് പോലെ ഉണ്ടാവൂലേ? നല്ല പിയേഴ്സ് സോപ്പ് പോലെ ഉണ്ടാവും. എന്ത് സാധാണ്. അമ്പോ ഇപ്പൊ തേത്താണ്. തിരുവാതിര നോറ്റില്ല. ഓക്ക് വേണ്ടായിട്ടല്ലേ, ഓള് നോക്കണ്ട. അതെന്തിനാണ്, അത് ആർക്ക് വേണ്ടിയിട്ടാണ്? പിന്നെ അതൊക്കെ വിത്ത് പറയാക്ക് വയ്യേ. അതിന് കല്യാണം കഴിക്കില്ല അത്രേ. കല്യാണം കഴിച്ചല്ലേ? ഇല്ലാന്ന്. ആ എന്നാ അതാ നല്ലത്. വേണ്ട, കല്യാണം കഴിക്കാത്തല്ലേ ബന്ധുക്കാർ വരിക, ആരും വരിക, ആരും സ്വൈര്യം കെടുത്തുണ്ടാവില്ല. അതാ മോളെ നല്ലത്. അലമ്പില്ലല്ലോ, നടക്കാലോ. ഇത് പേ 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 ഒരു പാത്രമൊക്കെ പോവാൻ സമ്മതിക്കില്ല, ഒന്ന് കുടിക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ കണ്ടേ ഒന്നിനും സമ്മതിക്കില്ല. ഒന്നിനും സമ്മതിക്കില്ല. അപ്പൊ അത് വേണ്ട. അപ്പൊ അങ്ങനെ വിശ്വസിച്ച ആരെ, കുട്ടി മാത്രല്ല ഭർത്താവിനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. വിശ്വസിച്ച ആരെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. സ്വഭാവമൊക്കെ ആരുടെ എപ്പോഴും മാറുമെന്നറിയോ? നല്ല ആണുങ്ങൾ തന്നെയാണ്. ആര്? നല്ല ആണുങ്ങളാണെങ്കിൽ തക്കടൊന്നുമില്ല. നല്ല ആണുങ്ങളാണോന്ന് അതെങ്ങനെ മനസ്സിലാക്കിയ? മുഖം നോക്കി ലക്ഷണം പറയോ? അച്ഛമ്മ മുഖം കണ്ടാ മനസ്സിലാവോന്ന്? മുഖം കണ്ടാലൊന്നും മനസ്സിലാവില്ല. അത് ഒരാഴ്ച കഴിഞ്ഞാൽ അറിയാം ഓന്റെ സ്വഭാവം. അപ്പൊ നല്ലതാണെങ്കിൽ നോട്ടെ, ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചാലേ ഇങ്ങനെ പോയിക്കോളാൻ പറയാൻ പറ്റില്ലല്ലോ. ചടങ്ങല്ലേ, ഡൈവേഴ്സ് ഒക്കെ പറഞ്ഞ കോടതിയിലൊക്കെ നടക്കണം. അല്ല, നല്ല സ്വഭാവമാണെങ്കിലല്ലേ. എന്ത് പൊട്ട സ്വഭാവമാണെങ്കിലോ? പൊട്ട സ്വഭാവമാണെങ്കിലോ? നല്ല സ്വഭാവമാണെങ്കിൽ അൻപില്ല. ഇപ്പൊ അങ്ങനത്തെ ആണുങ്ങളൊന്നുമില്ല. നല്ല സ്വഭാവം തന്നെയാണ്. ആദ്യമേ പണ്ട് കല്യാണം കഴിക്കും, വേറെ ഒറ്റ ഉണ്ടാവും. അങ്ങനെ എത്രയോ കേക്കണം എനിക്ക്. പണ്ട് അങ്ങനൊന്നും ഇല്ലേ? പണ്ടുണ്ട്, പണ്ടത്തെയാ പറഞ്ഞത്. ഇപ്പോഴത്തേതാ കേട്ടത്. ഇപ്പൊ അതൊക്കെ മറന്നു മോളെ, പറയാനൊന്നും വെച്ചല്ല. എന്നാലും ഇത്രയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ആ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതല്ല, അതാണ് കേട്ടോ സ്റ്റോറി പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ഷൻ ഒക്കെ വിട്ടുപോണേ. നിങ്ങൾക്കൊക്കെ മനസ്സിലായി കേട്ടിട്ട്. തിരുവാതിര നോറ്റ് വന്ന അച്ഛൻ എന്താ പറയാ? അച്ഛനൊന്നും പറയില്ല. അച്ഛന് ഇഷ്ടമാണ് അതൊക്കെ. ഈ കോട്ടയില് താല്പര്യം ഉണ്ടാവൂലോ കുമ്പത്തില്. എത്രയാ ഞാൻ പോയിക്കാന്നറിയാം. പാവന്റെ അച്ഛനെന്റെ എന്നോട് പറയും, മോള് നടന്നോ, മോള് പോയിക്കോ. നിങ്ങൾ 4 മണി ആയാലും പെണ്ണുങ്ങൾ ഇങ്ങനെ പോകും. ഗുരുതി ഉണ്ടാവും ഇവിടെ, ആ ഗുരുതി കാണാൻ. അപ്പൊ എന്നോട് പറയും, അവിടെ അടുത്ത് ഞങ്ങളെ ആൾക്കാരാണ്, കുടുംബങ്ങളാണ്.
അപ്പൊ എന്നോട് പറയും ഓലിന്റെ കൂടെ പോയിക്കോ മോള്, ഞാൻ മഴുപ്പാവുമ്പോ ഞാൻ അങ്ങോട്ട് വരും, ഞാൻ എന്നെ നിക്കലുണ്ടാവും എന്ന് പറയും. ചെറിയ എന്നെ നിക്കലുണ്ടാവും ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കി അച്ഛൻ അവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ തൊഴിലൊക്കെ കഴിഞ്ഞ് കുരിക്കൊക്കെ കഴിഞ്ഞ് അതൊക്കെ കണ്ടതിന് ശേഷം വന്ന് നോക്കുമ്പോ അച്ഛൻ ഉണ്ടാവും അവിടെ കുത്തിരിക്കുന്നു. അപ്പൊ എന്നോട് പറയും ഞാൻ ഇവിടെ ഉണ്ടാവും കേട്ടോ, ഈ താല്പര്യം കത്തിച്ച് പോയാല് ഞാൻ എൻ്റെ കൂടെ തന്നെ വരും മേക്കോട്ടയിലേക്ക്. ശരിയാണ്. എന്നിട്ട് ഞാൻ ആലിന്റെ അവിടെ ഉണ്ടാവും എന്ന് പറയും എന്നോട്. അവിടെ 2 ആലുണ്ട്, ഞാൻ ആൽത്തറയിന്റെ അവിടെ ഉണ്ടാവും, അങ്ങോട്ട് വന്നോളൂ കൊണ്ട് കിട്ടുമെന്ന് പറയും. ആ താല്പര്യം കത്തിച്ച് 10 ദിവസം മക്കളൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോ അച്ഛൻ അവിടെ ഉണ്ടാവും. എന്നാ വെളിച്ചാവുമ്പോ ഞാൻ അച്ഛനോട് കണ്ടു പോരും. പാവം ഞാൻ ആലോചിച്ച് നോക്കാം, ഞാൻ പാവം എത്ര പോകുന്ന വിളക്ക് കത്തിക്കാനായി ഈശ്വരാ. വിളക്ക് കത്തിക്കാനായി. അപ്പൊ പോയാലോ നമുക്ക്? വിളക്ക് കത്തിക്കാൻ സമയായി. അങ്ങനെ ഇതൊക്കെ അരിഞ്ഞു തീർത്തുട്ടോ. അപ്പൊ അച്ഛമ്മ എല്ലാരോടും ടാറ്റ പറഞ്ഞോളൂ. എല്ലാരോടും ടാറ്റ പറഞ്ഞു. ഇന്നത്തെ അവിടെ നിർത്തി വെച്ചു എന്നാണ്. ഇനിയും ഓർമ്മയില്ല, ഇനിയും പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല, ഇടയ്ക്കൊക്കെ ഓർമ്മ പോവും. പിന്നെ കിട്ടിയിട്ടാണ് പറയാനൊക്കെ അറിയാം. കൊറേ അങ്ങോട്ട് പറയാൻ കഴിയില്ല, അതാണ് കേട്ടോ. കഴുകണം കേട്ടോ നല്ലോണം. കഴുകാം. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം, അതായത് അച്ഛമ്മയുടെ തിരുവാതിരയുടെ ഓർമ്മകൾ. അപ്പൊ ടാറ്റ പറഞ്ഞോളൂ. ഈ കുരിയേ, ഈ കുരിയുമ്പോഴത്തെ ഇവിടേക്ക് വാരി വെവരട്ടിക്കൊണ്ടോ ഒന്ന് മുളച്ചിന്റെ ചെറിയ. അപ്പൊ ടാറ്റ പറഞ്ഞോളൂ. ഉപ്പിട്ടിട്ട് ഇത്തിരി ചുടുവെള്ളം ഉണ്ടാക്കിയിട്ട് വെള്ളം തണുപ്പിച്ചിട്ട് പാരാവും. ഉപ്പ് ഇടുക. അതന്നെ കഞ്ഞിക്ക് തൊട്ട് പറയാ മുക്കി കുടിക്കുകയും ചെയ്യാം. വെള്ളല്ലേ നന്നാ പച്ചമുളക് ഉണ്ടൊക്കെ ചെയ്തിട്ടുള്ളത് നല്ലതാ. ഇടാം.